അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രി. സോ ഐ വിൽ ബി സ്റ്റാർട്ടിങ് വിത്ത് ദ ഡിഫറെന്റ് ന്യൂട്രിയൻസ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ബേസിക്കലി ഇറ്റ്സ് ഇസ് ന്യൂട്രിഷൻ. അപ്പം ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ ന്യൂട്രിഷൻ എന്റെ ഒരു ബേസിക് ഓവർവ്യൂ എന്ന് പറഞ്ഞാല് അതിൽ കുറെ ഘടകങ്ങളുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, അതായത് ഫുഡിനകത്തു നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ദേ ആർ കെമിക്കൽ സബ്സ്റ്റൻസ്. അപ്പം ബേസിക്കലി ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഹൗ ഫുഡ് എഫക്ട്സ് അവർ ബോഡി ഫങ്ഷൻസ്. ഓക്കെ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അത് നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തുന്നത്, നമ്മുടെ ബോഡിക്ക് എന്തൊക്കെ ഫങ്ഷൻസിന് യൂസ് ചെയ്യാൻ പറ്റും, ഇതെല്ലാമാണ് ന്യൂട്രീഷന്റെ ഒരു ബേസിക് സയൻസ് എന്ന് പറഞ്ഞാൽ. അതിലെ ന്യൂട്രിയൻസ് എന്ന് പറയുന്നതാണ് ദേ ആർ ദ കെമിക്കൽ സബ്സ്റ്റൻസസ് ഫൗണ്ട് ഇൻ ഫുഡ്സ്. അപ്പൊ ന്യൂട്രിയൻസ്, അപ്പൊ ഫുഡിനകത്ത് ന്യൂട്രിയൻസ് മാത്രമല്ല ഉള്ളത്, നോൺ ന്യൂട്രിയൻസും ഉണ്ട്, ന്യൂട്രിയൻസും ഉണ്ട്. നോൺ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ ചില സാധനങ്ങൾ ആക്ച്വലി നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അവർ ന്യൂട്രിയൻസ് എന്ന് പറയാറില്ല. ദേ ആർ കോൾഡ് ഇസ് നോൺ ന്യൂട്രിയൻസ്. ഫോർ എക്സാമ്പിൾ ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്ലാവനോയിഡ് എന്ന് പറയുന്നത്, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളും ഫുഡിനകത്തുണ്ട്. സോ നൗ ഹിയർ ഇൻ ദിസ് ക്ലാസ് വി ആർ ഗോയിങ് ടു ഫോക്കസ് ഓൺ ന്യൂട്രിയൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറെ ന്യൂട്രിയൻസ് ഉണ്ട്. അപ്പൊ അതിനെ പറ്റിയൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. സോ എല്ലാ ന്യൂട്രിയന്റും കുറച്ച് സ്പെസിഫിക് ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ന്യൂട്രിയൻസ് ഇല്ലാതെ നമുക്ക് പറ്റില്ല എന്നുള്ളതുണ്ട്. അതുകൊണ്ടാണ് ദേ ഹാവ് സം സ്പെസിഫിക് ഫങ്ഷൻസ് ഇൻ ദ ബോഡി. അതിൽ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതും എനർജി പ്രൊഡക്ഷൻ ആണ്. ഫോർ ഫിസിക്കൽ, നമുക്ക് എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ടി മാത്രമല്ല എനർജി. ഇവിടെ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാലും ഇത് നമ്മൾ അറിയുന്ന കാര്യമാണ്, അല്ലെ? വോളണ്ടറി ആക്ടിവിറ്റി ആണ് ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു വോളണ്ടറി ആക്ടിവിറ്റിയാണ്. അതായത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ അറിയാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്, ലൈക്ക് ഹാർട്ട് ബീറ്റ്, ഡൈജഷൻ, അബ്സോർപ്ഷൻ, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിനും എനർജി വേണം. സോ ബേസിക്കലി എനർജി പ്രൊഡക്ഷൻ. പിന്നെ ഗ്രോത്ത്, ഡെവലപ്മെന്റ്, വളർച്ചയ്ക്ക് വേണ്ടി, അല്ലെ? നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് വളരാൻ വേണ്ടിയാണെന്ന് പറയും. ദെൻ റെസിസ്റ്റൻസ് ടു ഇൻഫെക്ഷൻ, പ്രൊട്ടക്ഷൻ ഫ്രം ഡിസീസ്, ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. കൺട്രോൾ ഓഫ് ടെമ്പറേച്ചർ, ബ്ലഡ് പ്രഷർ, മെറ്റബോളിസം, വേസ്റ്റ് ഡിസ്പോസൽ, പിന്നെ നമ്മുടെ ബോൺസിന്, മസിൽസിന്, ടിഷ്യൂസിന്, ഇതെല്ലാം ന്യൂട്രീഷൻ വേണം. സോ ദീസ് ആർ ദ വെരി ബേസിക് തിങ്സ് വിച്ച് വി ഓൾ നോ ഫ്രം ചെറിയ ചെറിയ സ്മോൾ ക്ലാസ്സസിൽ നിന്ന്. ഇവിടെ നമുക്ക് ന്യൂട്രിയൻസിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ്. സോ മാക്രോ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ വാക്കിൽ നിന്ന് തന്നെയുണ്ട്, മാക്രോ മീൻസ് ബിഗ്, അല്ലെ? വലുത്. സോ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ വേണ്ടതിനെയാണ് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. മൈക്രോ എന്ന് പറഞ്ഞാൽ കുഞ്ഞ്, കുറച്ച് ക്വാണ്ടിറ്റിയിൽ വേണ്ടത്. പക്ഷേ ഇത് ഇമ്പോർട്ടൻസിന്റെ ബേസിസിലല്ല, അളവിന്റെ ബേസിസിലാണ്, ക്വാണ്ടിറ്റിയുടെ ബേസിസിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പം കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഒരാൾക്ക് 300 ഗ്രാംസിൽ ആ ഒരു റേഞ്ചിൽ വേണം. ഫാറ്റ് ഒക്കെ ആണെങ്കിലും ഗ്രാം കണക്കിന്, ഇപ്പൊ ഒരു 25 ഗ്രാം, 35 ഗ്രാം, ആ ഒരു റേഞ്ചിൽ വേണം. പ്രോട്ടീൻസ് ഒക്കെ ആണെങ്കിൽ ഒരു 50 ഗ്രാം, 60 ഗ്രാം ഒരു ദിവസം വേണം. പിന്നെ നമുക്കറിയാം വെള്ളം. പക്ഷെ വൈറ്റമിൻസും മിനറൽസും നമ്മൾ കണക്ക് കൂട്ടുന്നത് മില്ലിഗ്രാം കണക്കിനാണ്. ഇപ്പം അയൺ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് 21 മില്ലിഗ്രാം അത്രയൊക്കെ മതി. പക്ഷെ അയൺ ഇല്ലാതെ പറ്റുമോ? ഇല്ല. അതേപോലെ തന്നെ വൈറ്റമിൻസ് ഒക്കെ ആണെങ്കിൽ മൈക്രോഗ്രാമിലും മില്ലിഗ്രാമിലും ഒക്കെയാണ് കണക്ക് കൂട്ടുന്നത്. പക്ഷെ ഇതൊന്നും ഇല്ലാതെ പറ്റില്ല. സോ ദേ ആർ നീഡഡ് ഇൻ വെരി സ്മോൾ ക്വാണ്ടിറ്റീസ്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് മാക്രോ ന്യൂട്രിയൻസ്. സോ മാക്രോ ആണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്സിൽ പെട്ടതാണ്. ഫുഡ്, ഷെൽട്ടർ, എന്താ എന്ന് പറയുമ്പോഴത്തേക്ക് ഫുഡ് എന്ന് പറയുമ്പോൾ മാക്രോ ന്യൂട്രിയൻസ് വേണം എന്നുള്ളതാണ്. സോ കാരണം എന്താ? ഗ്രോത്തിനും ഫിസിക്കൽ ഫങ്ഷൻസിനും എനർജിക്കൊക്കെ വേണ്ടി മാക്രോ ന്യൂട്രിയൻസ് വേണം. അപ്പൊ മാക്രോ ന്യൂട്രിയൻസ് നമുക്ക് ഡയറ്റിൽ കൂടെ തന്നെ വേണം. അപ്പൊ എന്തൊക്കെയാണ് മാക്രോ ന്യൂട്രിയൻസ്? ഇറ്റ്സ് വെരി സിമ്പിൾ. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്. ഓക്കെ, carbohydrate, protein and fat are the three main suppliers of nutrition in the diet. All the macros provide valuable energy and they fulfill different functions. So let's see carbohydrate നെ പറ്റി. ഇപ്പൊ കാർബോഹൈഡ്രേറ്റിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. കാർബോഹൈഡ്രേറ്റ് എന്താണ്, അതിന്റെ സ്ട്രക്ചർ മീൻസ് നമുക്ക് ഇങ്ങനെ അതിൽ വരച്ച് ഉണ്ടാക്കുന്ന സ്ട്രക്ചർ ലെവലിലേക്കൊന്നും ക്വസ്റ്റ്യൻസ് പോകാറില്ല. പക്ഷെ അത് എന്താണ്, അതിന്റെ കോമ്പോണൻസ് എന്താണെന്നൊക്കെ നിങ്ങൾ അറിയണം. അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. ഓക്കെ, സോ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് മെയിൻ സോഴ്സ് ഓഫ് എനർജിയാണ്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, മെയിൻ സോഴ്സ് ഓഫ് എനർജിയാണ്. നമ്മുടെ ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും. ഇപ്പൊ നമ്മളൊരു കേരളത്തിലെ ഒരു ആഹാര രീതിയിൽ ഇപ്പൊ ചോറ്, അരി ആഹാരം എന്ന് പറഞ്ഞാൽ അരി തന്നെ, അരി അല്ലെങ്കിൽ ഗോതമ്പ്, ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ്സ് ആണ്. സോ ബേസിക്കലി ഫുഡ്സ് എന്ന് പറയുമ്പോൾ ഓൾ ദ സീരിയൽസ്, ഗ്രെയിൻസ്, റൈസ്, ഫ്രൂട്ട്സ്, മിൽക്ക്, യോഗർട്ട്, സ്വീറ്റ്സ്, എവറിത്തിങ്, all the bulk of the diet comes from carbohydrates. Okay,
There are two types of carbohydrates, complex carbohydrates and simple carbohydrates. അപ്പൊ ഇവിടെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഓരോരോ ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സിനെ പറ്റിയൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ കാർബോഹൈഡ്രേറ്റ്സിന് നമുക്ക് ഒരുപാട് തരത്തിൽ തരംതിരിക്കാം. ഓക്കെ, അതിന്റെ നമ്പർ ഓഫ് സാക്കറൈഡ് യൂണിറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഇതിനെ കാറ്റഗറൈസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ വേറെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നത് സിമ്പിളും കോംപ്ലക്സും ആയിട്ട്. അപ്പൊ ഇതാണ് ഒരു ക്ലാസിഫിക്കേഷൻ, സിമ്പിൾ ആൻഡ് കോംപ്ലക്സ്. ഓക്കെ, സിമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, കുറച്ച് സാക്കറൈഡ് യൂണിറ്റ്സേ ഉള്ളൂ. സാക്കറൈഡ് യൂണിറ്റ് എന്ന് പറയുന്നതാണ് അതിന്റെ ബേസിക് സ്ട്രക്ചർ. ഓക്കെ, ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിംഗിൾ യൂണിറ്റ് ഓഫ് ഷുഗർ, സിംഗിൾ യൂണിറ്റ് ഓഫ് ഷുഗർ. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ they are defined, carbohydrates can be defined as polyhydroxyaldehyde or ketones. So basically ഇതാണ് ഒരു ബേസിക് സ്ട്രക്ചർ ഓഫ് എൻ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഒന്നില്ലെങ്കിൽ അത് ആൽഡോസ് ആൽഡിഹൈഡ് ആയിരിക്കും, അല്ലെങ്കിൽ കീറ്റോൺ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ബേസിക് സ്ട്രക്ചർ ഓഫ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഓക്കെ, സോ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇപ്പൊ ഇവിടെ ഈ സ്ട്രക്ചറിൽ കാണാൻ പറ്റും, കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഇതാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. അതില് പല പല സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ദ ജനറൽ എംപിരിക്കൽ സ്ട്രക്ചർ ഇസ് CH2O ഹോൾ ബ്രാക്കറ്റ് N. N എന്ന് പറഞ്ഞാൽ ഏത് നമ്പറും ആകാം, 1 മുതൽ അങ്ങോട്ടാവാം. ഇപ്പൊ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറിൽ CH2ON. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം. ഒരു കാർബോഹൈഡ്രേറ്റിന്റെ ബേസിക് അല്ലെങ്കിൽ എംപിരിക്കൽ ഫോർമുല എന്താണ്? CH2ON. അതായത് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഈ ഒരു N 1 2 3 അങ്ങനെ നമ്പേഴ്സ് എടുക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ CHO ഗ്രൂപ്പ് ആണ് അല്ലെ. അപ്പം അതേപോലെ തന്നെ കീറ്റോൺ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ C+O ആണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും സ്ട്രക്ചർ ഒന്നില്ലെങ്കിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ കീറ്റോൺ ഗ്രൂപ്പ് ആയിരിക്കും ഉള്ളത്. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റിനെ മാറ്റാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഇതിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്ന് ഈ കാർബോഹൈഡ്രേറ്റിന്റെ ബേസിക് സ്ട്രക്ചർ CH2O ഹോൾ ബ്രാക്കറ്റ് N എന്നാണെന്ന് അറിയണം. കാർബോഹൈഡ്രേറ്റ്സ് ആർ ബേസിക്കലി പ്രൊഡക്ട്സ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നറിയണം. പോളി ഹൈഡ്രോക്സി ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ആണ് എന്നറിയണം. ഓക്കെ, സോ ദേ ആർ ഓർഗാനിക് കമ്പൗണ്ട്സ്. ഓർഗാനിക് കമ്പൗണ്ട്സ് പറഞ്ഞാൽ കാർബൺ കണ്ടെയ്നിങ് കമ്പൗണ്ട് ആണ് അല്ലെ, in the form of aldehydes or ketone with multiple hydroxyl groups coming off the carbon chain. Carbon hydroxyl group എന്ന് പറഞ്ഞാൽ ഈ OH ഗ്രൂപ്പിനെയാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാർബൺ ചെയിൻ ഉണ്ട്, ഇവിടെ കണ്ടോ, ശ്രദ്ധിച്ചോ, 1 2 3 ഇങ്ങനെ കാർബൺ ആറ്റംസ് ഇങ്ങനെ ചെയിൻ ആയിട്ട് ഇങ്ങനെ എന്താണ് കണക്റ്റഡ് ആണ്. അപ്പൊ അതിന്റെ ഇടയിലൂടെ കാർബോ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്സ് ഇങ്ങനെ വരുന്നുണ്ട്. സോ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എനി all the carbohydrates are simple sugars called as monosaccharides. അപ്പൊ ഈ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് മോണോസാക്കറൈഡ്സ് ആണ്. അപ്പൊ ഒരു സിംഗിൾ ഷുഗർ എന്ന് പറയുന്നത് ഒരു മോണോസാക്കറൈഡ് യൂണിറ്റ് ആണ്. അപ്പൊ അത് പല രീതിയിലാവാം, ഒരു പോളി ഹൈഡ്രോക്സി ആൽഡിഹൈഡോ കീറ്റോണോ ഒക്കെ ആവാം. ഓക്കെ, സോ ബേസിക്കലി മോണോസാക്കറൈഡ് എന്ന് പറയുന്നതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് യൂണിറ്റ് ഓഫ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മോണോസാക്കറൈഡ് പ്രത്യേകം ശ്രദ്ധിക്കാം. മോണോസാക്കറൈഡ് ആണ് സിംപ്ലസ്റ്റ് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗ്ലൂക്കോസ് ആണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഓടിത്തളരുമ്പോൾ ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, പെട്ടെന്ന് എനർജി കിട്ടാനുള്ള ഒരു സോഴ്സ് അല്ലെ. ഇപ്പൊ നമുക്ക് ഓടിത്തളർന്ന് വിഷമിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ചോറും കറിയും അല്ലല്ലോ ചെയ്യുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്, പെട്ടെന്ന് പോയി ഗ്ലൂക്കോസ് കലക്കി കുടിക്കുക അല്ലെ. ഗ്ലൂക്കോസ് എന്തുകൊണ്ടാണ് കലക്കി കുടിക്കുന്നത് എന്ന് ചോദിച്ചാല്, ബിക്കോസ് ഇറ്റ് ഇസ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഷുഗർ. ഓക്കെ, നമ്മുടെ ബോഡിയിൽ അടങ്ങിയിരിക്കുന്ന സിംപ്ലസ്റ്റ് ഫോം ആണ്. എന്താണ് ഈ സിംപ്ലസ്റ്റ് ഫോമിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? സിംപ്ലസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ കാണുന്ന ഫോം, അതായത് ബ്ലഡിൽ കാണുന്ന ഫോം ആണ്. അപ്പൊ ബ്ലഡിൽ ഉണ്ടെങ്കിലാണ് എന്താണ്, ബ്ലഡിലൂടെയാണ് എല്ലാ സെൽസിലേക്കും പോകുന്നതും എനർജി ഉണ്ടാക്കുന്നതും. ഓക്കെ, നമുക്ക് ഓടാൻ എനർജി വേണം. അപ്പൊ നമുക്ക് ഈ ചോറും കറിയൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ചോറൊക്കെ ഡൈജസ്റ്റ് ചെയ്ത് അബ്സോർബ് ചെയ്ത് വരുമ്പോഴത്തേക്ക് കുറെ സമയം എടുക്കും. എന്നാൽ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, ഡയറക്റ്റ് ബ്ലഡിലോട്ട് കയറും. ബ്ലഡിൽ കയറുവാണെങ്കിലുള്ള ഗുണം എന്താണ്, നമ്മുടെ ഓരോ ബോഡി പാർട്സിലേക്കും അതേപോലെ തന്നെ ഓരോ സെല്ലിലേക്കും പോവുകയും എനർജി ആയിട്ട് കൺവേർട്ട് ആവുകയും ചെയ്യും. സോ ദാറ്റ് ഇസ് വൈ
ഗ്ലൂക്കോസ് ഇസ് ദ സിംപ്ലസ്റ്റ് ഫോം. അപ്പൊ അതുപോലെ തന്നെ ഗ്ലൂക്കോസ് പോലെ തന്നെയുള്ള മോണോസാക്രൈഡ് യൂണിറ്റ്സ് ആണ് ഫ്രക്ടോസും ഗാലക്ടോസും ഒക്കെ. ഓക്കെ, അപ്പൊ ഇതുപോലെ ഒരു മോണോസാക്രൈഡ് യൂണിറ്റും പിന്നെ വീണ്ടും ഒരു 2 മോണോസാക്രൈഡ് യൂണിറ്റ്സ് കൂടുമ്പോഴാണ് അത് ഡൈസാക്രൈഡ് ആണെന്ന് പറയുന്നത്. ഡൈ, മോണോ എന്ന് പറയുമ്പോൾ 1, ഡൈ എന്ന് പറയുമ്പോൾ 2 നമുക്കറിയാം. അതേപോലെ തന്നെ ട്രൈസാക്രൈഡ്സ് അങ്ങനെ ഉണ്ട്. അതിനെ എല്ലാം കൂടെ 3 to 10 ഷുഗേഴ്സിനെ നമ്മൾ ഒളിഗോസാക്രൈഡ്സ് എന്ന് പറയും. 3 to 10 ഷുഗേഴ്സിനെ ഒളിഗോസാക്രൈഡ്സ് എന്ന് പറയും. മോർ ദാൻ 10 ഷുഗേഴ്സ് ആണെങ്കിലോ പോളിസാക്രൈഡ്സ് എന്ന് പറയും. ഇതിനകത്ത് നമ്മള് ഡൈസാക്രൈഡ്സും നമ്മുടെ ബോഡിയിൽ വളരെ പ്രസക്തമായ നമ്മൾ ഫങ്ഷൻസ് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ പോളിസാക്രൈഡ്സും നമ്മൾ സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ, സെല്ലുലോസ് ഇതൊക്കെ നമ്മൾ പഠിക്കാനുണ്ട്. ഓക്കെ, സോ കമ്മിങ് ടു ക്ലാസിഫിക്കേഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ they are by their degree of polymerization. പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നമ്പർ ഓഫ് സാക്രൈഡ് യൂണിറ്റ്സ്. ഓക്കെ, ഇതാണ് ഇപ്പൊ ഒരു മോണോസാക്രൈഡ് ആണ്. അപ്പൊ ഈ ഒരു മോണോസാക്രൈഡ് ഇങ്ങനെ ജോയിൻ ചെയ്ത് ഒരു ചെയിൻ പോലെ ജോയിൻ ചെയ്തതിനാണ് പോളിമറൈസ് ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചെയിൻ ഫോമിൽ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നതിനാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് മോണോസാക്രൈഡ് യൂണിറ്റ്സ് ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു പോളിസാക്രൈഡ് ആവുന്നത്. അപ്പൊ 2 മോണോസാക്രൈഡ് യൂണിറ്റ്സ് ആണെങ്കിലോ അതൊരു ഡൈസാക്രൈഡ് ആണ്. ഡൈസാക്രൈഡ് ആണ്. ഓക്കെ, സോ ഒരു സിംഗിൾ യൂണിറ്റ് ഓഫ് ഷുഗർ ആണെങ്കിൽ അതിന്റെ പേര് മോണോസാക്രൈഡ് ഓർ ഇറ്റ് ഇസ് കോൾഡ് സിമ്പിൾ ഷുഗർ. Disaccharide consists of 2 monosaccharides. Oligosaccharides ആണെങ്കിൽ 3 to 9 monosaccharide units. പോളി ആണെങ്കിൽ അതിൽ കൂടുതൽ. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ മോണോസാക്രൈഡ്സിന്റെ തന്നെ ഞാൻ ആദ്യത്തെ പറഞ്ഞ പോലെ ആൽഡോസസും ഉണ്ട്, കീറ്റോസസും ഉണ്ട്. അതായത് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണോ കീറ്റോ ഗ്രൂപ്പ് ആണോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് അതിന്റെ ഒരു ചെറിയൊരു ക്ലാസിഫിക്കേഷൻ. ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണോ കീറ്റോ ഗ്രൂപ്പ് ആണോ? അപ്പൊ ആദ്യം കാണിച്ച ഒരു ഫിഗർ കണ്ടില്ലേ? അപ്പൊ ഇതിനകത്ത് ആൽഡിഹൈഡ് ആണ്, ആൽഡിഹൈഡും കാണിച്ചിട്ടുണ്ട്, കീറ്റോണും കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ആൽഡോസ് CHO, ഈ ഒരു കാര്യം ഉള്ളത് ആൽഡോസ്, CO ഗ്രൂപ്പ് ഉള്ളത് കീറ്റോസ്. അപ്പൊ ഇത് രണ്ടും 2 രീതിയിലുള്ള ഷുഗേഴ്സ് ആണ്. അപ്പൊ അതാണ് മോണോസാക്രൈഡിന്റെ 2 സബ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഡൈസാക്രൈഡ്, ഇറ്റ്സ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡൈസാക്രൈഡ് വിൽ ബി ഡീലിംഗ് വിത്ത് ദാറ്റ്. പിന്നെ കോംപ്ലക്സിന്റെ ഹോമോ പോളിസാക്രൈഡും ഹെട്രോ പോളിസാക്രൈഡും ഉണ്ട്, അത് നമ്മളിപ്പോ പറയാവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം മോണോസാക്രൈഡിലേക്ക് പോവാം. So they are the simplest group of carbohydrates, often called simple sugars. Since അതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ബോഡിക്കകത്ത് ഇതിൽ കൂടുതൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിനെ ഇറ്റ് കനോട്ട് ബി ഫർദർ ഹൈഡ്രോലൈസ്ഡ്. അപ്പൊ അതിനെ അതാണ് ഷുഗർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഗ്ലൂക്കോസ് ആണ് സിംപ്ലസ്റ്റ് ഫോം. നമ്മുടെ ബോഡിയിൽ നമ്മൾ ഏതൊരു കാർബോഹൈഡ്രേറ്റ് കണ്ടെയ്നിങ് ഫുഡ് കഴിച്ചാലും, ഫോർ എക്സാമ്പിൾ ചോറ് കഴിച്ചാൽ, ചപ്പാത്തി കഴിച്ചാൽ, വാട്ട് എവർ വി ഈറ്റ്, അൾട്ടിമേറ്റ്ലി അത് ഡൈജസ്റ്റ് ചെയ്ത് ലാസ്റ്റ് ഗ്ലൂക്കോസിന്റെ ഫോമിലെത്തും. ഓക്കെ, ഗ്ലൂക്കോസ് എന്ന രീതിയിൽ നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ നിന്ന് എവിടെ പോകും? നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് പോകും. നമുക്കറിയാം ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ ലെവലാണ് അല്ലെ നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഇറ്റ് കംസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ചിന്റെ ഫോമിലല്ല വരുന്നത്, ഇറ്റ് ഇസ് ഇൻ ദ ഫോം ഓഫ് ഗ്ലൂക്കോസ്. സോ ഗ്ലൂക്കോസിന്റെ ലെവല്, അപ്പം ഈ ഗ്ലൂക്കോസ് ബോഡിയുടെ പല ഭാഗത്തേക്കും പോകുന്നു. Okay, and this is it goes into different parts of the body. Okay, so what is the main features of characteristics of monosaccharides എന്ന് പറഞ്ഞാൽ colorless crystalline solid which are soluble in water. അപ്പൊ ഇത് നമ്മൾ ഓർത്തിരിക്കാനായിട്ട് ജസ്റ്റ് ഗ്ലൂക്കോസിന്റെ കാര്യം ഓർത്താൽ മതി. കളർലെസ് ആണ്, ക്രിസ്റ്റലൈൻ ആണ്, അത് ഈസിലി സോലിബിൾ ഇൻ വാട്ടർ. നമുക്കറിയാം ഗ്ലൂക്കോസിന്റെ പൊടി നമുക്ക് പെട്ടെന്ന് തന്നെ ഷുഗർ വെള്ളത്തിൽ അലിഞ്ഞു പോകും. അപ്പൊ ഒന്നില്ലെങ്കിൽ ഒരു ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ കീറ്റോൺ ഗ്രൂപ്പ് ആയിരിക്കും ഉള്ളത്. ജനറൽ ഫോർമുല CnH2n ഫുൾ ബ്രാക്കറ്റ് N. ഓക്കെ, ദിസ് ഇസ് ദ ജനറൽ ഫോർമുല ഓഫ് മോണോസാക്രൈഡ്. അപ്പൊ നേരത്തെ നമ്മൾ കാർബോഹൈഡ്രേറ്റിന്റെ ജനറൽ ഫോർമുല പറഞ്ഞത് എന്താണ്? CH2O ഫുൾ N. അപ്പൊ ഇത് കമ്മിങ് ടു എന്താണ് മോണോസാക്രൈഡ്, ഇവിടെ CN, ഇവിടെ ഒരു CN ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു എക്സ്ട്രാ ആയിട്ട് സിയുടെ അവിടെ ഒരു N ആഡ് ചെയ്തിട്ടുണ്ട്, H2ON. ഓക്കെ, അല്ലെ C2H2NON. ഇപ്പൊ നമ്മൾ ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് ഒന്ന് പറയാവോ? ഒരു മോണോസാക്രൈഡ് ആർക്കെങ്കിലും ഗ്ലൂക്കോസിന്റെ ഫോർമുല അറിയാവോ? എല്ലാരും പഠിച്ചിട്ടുണ്ടാവും. C6H12O6.
യെസ്, C6H12O6. അപ്പൊ ഈ ഫോർമുലയിൽ ഡയറക്റ്റ് ആയിട്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് C6H12O6. അതായത് ഇപ്പൊ ഇവർ നോക്കുക, CN ഇവിടെ N എന്ന് പറഞ്ഞാൽ 6 ആണ്. 2 into N എന്ന് പറയുമ്പോൾ 6 into 2 12 O6 വീണ്ടും. സോ ദിസ് ഇസ് ദ ഫോർമുല ഓഫ് എന്താണ് ഗ്ലൂക്കോസ്. ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. C6H12O6 ഇറ്റ് ഇസ് വെരി കോമൺ. So based on the number of carbon atoms they contain and അപ്പൊ അങ്ങനെ നമുക്ക് ഇതിനെ ഫർദർ ആയിട്ട് ആൻഡ് ഓൾസോ ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞ ഒന്നിലെ ആൽഡോസോ അല്ലെങ്കിൽ കീറ്റോസ്, ഇങ്ങനെ രണ്ട് രീതിയിൽ ഇതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. മോണോസാക്രൈഡ്സ്, ഇപ്പൊ ഈ C6 ഗ്ലൂക്കോസ് ആണ് സിംപ്ലസ്റ്റ് ഷുഗർ എന്ന് പറഞ്ഞു. സോ ഗ്ലൂക്കോസിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട് പറഞ്ഞോ? 6 കാർബൺ ആറ്റം ഉണ്ട് അല്ലെ. അപ്പൊ അത് എന്തുവാണ്? മോണോസാക്രൈഡ്സ് വിത്ത് 3 കാർബൺ ആറ്റം ഉള്ള മോണോസാക്രൈഡ്സ് ഉണ്ട്, 4 കാർബൺ ആറ്റം ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഗ്ലൂക്കോസ് ഏതിലാണ് വരുന്നത്? ട്രയോസ്. ഇറ്റ്സ് എ ഹെക്സോസ് അല്ലെ. അതായത് ഹെക്സോസ് എന്ന് പറഞ്ഞാൽ 6 കാർബൺ ആറ്റംസിന്റെ ഉള്ളതാണ് ഹെക്സോസ് എന്ന് പറയുന്നത്. ഹെപ്റ്റോസ് എന്ന് പറയുമ്പോൾ 7, പെന്റോസ് എന്ന് പറയുന്നത് 5, അങ്ങനെ ട്രയോസ് എന്ന് പറഞ്ഞാൽ 3, 4, ടെട്രോസ് 4, ഇങ്ങനെ ആണ്. സോ ബേസ്ഡ് ആണ്. ഇപ്പൊ ഈ രണ്ട് രീതിയിൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് എന്ന രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതേപോലെ തന്നെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണോ കീറ്റോൺ ഗ്രൂപ്പ് ആണോ എന്ന രീതിയിലും നമുക്ക് മോണോസാക്രൈഡെ ഫർദർ സബ് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനി ഇതാണ് ഒരു മോണോസാക്രൈഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1, 2, 3, 4, 5, 6 അല്ലെ. ഇത് 6 കാർബൺ ആറ്റം ഉണ്ട് അല്ലെ. ഇപ്പൊ രണ്ട് monosaccharide units will come together to form a disaccharide. ഓക്കെ, അപ്പൊ അവിടെ നടക്കുന്ന ഒരു കണ്ടൻസേഷൻ റിയാക്ഷൻ ആണ്. അതായത് ജോയിനിങ് ടുഗെദർ ഓഫ് 2 molecules with the formation of a new chemical bond. അവിടെ എന്താണ് റിലീസ് ചെയ്യുന്നത്? പുറത്തേക്ക് പോകുന്നത് വാട്ടർ ആണ്. വാട്ടർ റിലീസ് ചെയ്തിട്ട് രണ്ട് മോണോസാക്രൈഡ് യൂണിറ്റ്സ് ജോയിനിങ് ചെയ്യാണ്. ഇതിന്റെ പേര് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. അതായത് രണ്ട് മോണോസാക്രൈഡ് യൂണിറ്റ്സിന്റെ ഇടയിലുള്ള ലിങ്കേജിന്റെ പേരാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഇതും ഓർത്ത് വെക്കുക, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. സോ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഇസ് ഫോം ബിറ്റ്വീൻ 2 monosaccharides. അപ്പൊ അതിന്റെ എവിടെ ഏത് കാർബൺ ആറ്റത്തിനെ വെച്ചാണ് ജോയിൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ട് നമുക്ക് അതിന്റെ ബോണ്ടിനെ നമുക്ക് പേര് കൊടുക്കാം. ലൈക്ക് ആദ്യത്തെ മോണോസാക്രൈഡിന്റെ ഫസ്റ്റ് കാർബണും രണ്ടാമത്തെ മോണോസാക്രൈഡിന്റെ 4ാമത്തെ കാർബണുമാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ 1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്നൊക്കെ പറയാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമുക്ക് അതിനെ പറയാൻ പറ്റും. സോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ രണ്ട് മോണോസാക്രൈഡ് യൂണിറ്റ്സ് ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് ആ ലിങ്കേജിന്റെ പേര് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്നാണ്. ആ ലിങ്കേജ് ഫോം ചെയ്യുമ്പോൾ ഒരു മോളിക്യൂൾ ഓഫ് വാട്ടർ ഇസ് റിലീസ്ഡ്. ഇത്രയും കാര്യം നമ്മൾ ഓർത്തിരിക്കണം. ഇനി നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് വെച്ചിട്ട് ഇതിനകത്ത് ഏത് ട്രയോസ്, ടെട്രോസ്, പെന്റോസ്, ഹെക്സോസ്, ഹെപ്റ്റോസ് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ ഇവിടെ ഇതിന്റെ എക്സാമ്പിൾസ് കുറച്ച് പഠിച്ചു വെക്കണം. കാരണം കഴിഞ്ഞ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ട്രയോസിന്റെ പറ്റി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഏതാണ് ട്രയോസ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ നമ്മൾ ഇത് ഓർത്ത് വെക്കണം. ഇത് എന്തിലൊക്കെയാണ്, ഏതൊക്കെയാണ് ഇതിന്റെ ഒരു എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ട്രയോസ് എന്ന് പറഞ്ഞാൽ 3 കാർബൺ ആറ്റം ഉള്ളത്. ഓക്കെ, ഗ്ലിസറോസ് ഓർ ഗ്ലിസറാൽഡിഹൈഡ്, അതേപോലെ തന്നെ ഡൈഹൈഡ്രോക്സി അസറ്റോൺ, ഇതൊക്കെയാണ് ട്രയോസിന്റെ എക്സാമ്പിൾസ്. ടെട്രോസിന്റെ എക്സാമ്പിൾ എറിത്രോസ്, എറിത്രുലോസ്. പെന്റോസ് എന്ന് പറഞ്ഞാൽ 5 കാർബൺ ആറ്റംസ്, അവിടെ റൈബോസ്. ഇപ്പൊ നമ്മളുടെ ബോഡിയിലെ ഏറ്റവും പ്രസക്തമായതെന്ന് പറഞ്ഞാൽ പെന്റോസും ഹെക്സോസും ആണ്. ഇപ്പൊ നമുക്കറിയാം ഗ്ലൂക്കോസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ അപ്പൊ അത് നമ്മുടെ ശരീരത്തിൽ ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പെന്റോസും ഹെക്സോസും ആണ്. പക്ഷെ നമുക്ക് ഇതും അറിഞ്ഞിരിക്കണം, എക്സാമ്പിൾസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പൊ അതുകൊണ്ട് ട്രയോസ് എന്ന് പറയുന്നത് ഗ്ലിസറാൽഡിഹൈഡ്, ഗ്ലിസറോസ് അല്ലെങ്കിൽ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഒക്കെ എക്സാമ്പിൾസ് ആണ്. അതേപോലെ തന്നെ ടെട്രോസിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എറിത്രോസ്, എറിത്രുലോസ്. പെന്റോസിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ റൈബോസ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ DNA RNA സ്ട്രക്ചറിനകത്ത് വരുന്നതാണ് റൈബോന്യൂക്ലിക് ആസിഡ് അല്ലെ, ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ്. സോ ഇറ്റ് കണ്ടെയ്ൻസ് എ പെന്റോസ് ഷുഗർ അവിടെ ഉണ്ട്. അവിടെയാണ് റൈബോസിന്റെ ഒരു റോള് വരുന്നത്. സോ പെന്റോസ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾസ് റിബുലോസ്, സൈലുലോസ്,
റൈബോസ്, സൈലോസ്, അറാബിനോസ്. ഓക്കെ, ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. ഹെക്സോസ് എന്ന് പറയുന്നതാണ് നമ്മുടെ കോമൺ ആയിട്ടുള്ള ഫുഡിൽ കാണുന്ന ന്യൂട്രിയൻസിൽ പെട്ടത്. അതായത് നമ്മുടെ ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, മാനോസ്, ഫ്രക്ടോസ്, ഇതൊക്കെ ഹെക്സോസസിലാണ്. ദെൻ ഹെപ്റ്റോസ് എന്ന് പറഞ്ഞാൽ 7 കാർബൺ ആറ്റംസ് വരുന്നത് ഗ്ലൂക്കോ ഹെപ്റ്റോസ്, ഗാലക്ടോ ഹെപ്റ്റോസ്, സ്യൂഡോ ഹെപ്റ്റുലോസ്. അപ്പൊ ഇത്രയാണ് എന്താണ് 7 ഇതുള്ളത്. അപ്പൊ ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ, ഫ്രക്ടോസിന്റെ സ്ട്രക്ചർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഗ്ലൂക്കോസിൽ ഒരു CHO ആൽഡോസ് ആണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. മറ്റേ നമ്മുടെ ഇത് കണ്ടോ, ഇതിന്റെ CHO ബോണ്ടും ഇവിടെ നമ്മുടെ CO ബോണ്ട് വരുന്നത് ഫ്രക്ടോസ്, ഒരു കീറ്റോസ് ആണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഹെക്സോസസ് ആണ്. അതായത് ഇതിനകത്ത് 6 കാർബൺ ആറ്റംസ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പെന്റോസ് എന്ന് പറഞ്ഞാൽ 5 കാർബൺ ആറ്റം. ഓക്കെ, അപ്പൊ സ്ട്രക്ചർ ഒന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. അപ്പൊ ഇത് നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് എക്സാമ്പിൾസ് എന്നുള്ളത്. ഓക്കെ, സോ മോണോസാക്കറൈഡ്സിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എക്സാമ്പിൾസ് പറയുന്നത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്. അപ്പൊ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഗ്ലൂക്കോസ്? മെയിൻ ഫംഗ്ഷൻ ഓഫ് ഗ്ലൂക്കോസ് എന്താണ്? പ്രൈമറി ഫ്യൂവൽ അല്ലെ, നമ്മുടെ ബോഡിയുടെ റൺ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ ആണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ് ഫ്രം സ്റ്റാർച്ച്, ഗിവ്സ് എനർജി ഫോർ ഓൾ ദ ബോഡി ആക്ടിവിറ്റീസ്. അപ്പൊ ബ്രെയിനിന്റെ ഒക്കെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ആക്ടിവിറ്റിക്ക് ഗ്ലൂക്കോസ് മാത്രമാണ് വേണ്ടത്. മീൻസ് ഗ്ലൂക്കോസിൽ നിന്ന് മാത്രമാണ് എനർജി എടുക്കുന്നത്. സോ എനർജി സോഴ്സ് ആണ്. അപ്പൊ പ്രോട്ടീനിൽ നിന്നോ അല്ലെങ്കിൽ ഫാറ്റിൽ നിന്നോ അങ്ങനെ എനർജി എടുക്കാറില്ല. സോ ബേസിക്കലി അതുകൊണ്ടാണ് ഷുഗർ ഒക്കെ ഡൗൺ ആവുമ്പോഴത്തേക്ക് നമുക്ക് പല പല പ്രശ്നങ്ങൾ, തലകറക്കം അങ്ങനെയൊക്കെ വരുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് എനർജി. പിന്നെ അനദർ എക്സാമ്പിൾ ഇസ് ഫ്രക്ടോസ് എന്ന് പറയുന്നതിന്റെ വേറൊരു പേര് ആർക്കെങ്കിലും അറിയാവോ? ഫ്രക്ടോസിന്റെ വേറൊരു പേര്. ഇറ്റ് ഈസ് കോമൺലി കോൾഡ് as what? ഫ്രൂട്ട് ഷുഗർ. ഫ്രൂട്ട് ഷുഗർ അല്ലെ. സോ ഇറ്റ് ഈസ് ഫ്രൂട്ട് ഷുഗർ എന്നാണ് ഫ്രക്ടോസിന്റെ വേറൊരു പേര്. കാരണം ഫ്രൂട്ട്സിൽ അടങ്ങിയിരിക്കുന്ന ഷുഗറിനെയാണ് ഫ്രക്ടോസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ഓൾസോ പ്രസന്റ് ഇൻ ഹണി ആൻഡ് ഫ്രൂട്ട്സ്. സോ ഇറ്റ് ഇസ് സ്വീറ്റസ്റ്റ് ഓഫ് ദ സിമ്പിൾ ഷുഗർ. ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടും വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ അത് സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ ഡെസേർട്സ്, റെഡി ടു യൂസ് സീരിയൽസ് എക്സെട്ര. ഗാലക്ടോസ് എന്ന് പറയുന്നത് മിൽക്ക് ഷുഗർ ആണ്, മിൽക്കിൽ അടങ്ങിയിരിക്കുന്ന മോണോസാക്രൈഡ് ആണ്. അപ്പൊ നമ്മൾ മിൽക്കിൽ അടങ്ങിയിരിക്കുന്നത് ലാക്ടോസ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ലാക്ടോസ് ഒരു ഡൈസാക്രൈഡ് ആണ്. ഓക്കെ, ലാക്ടോസ് ഒരു ഡൈസാക്രൈഡ് ആണ്. അതിന്റെ സിംപ്ലർ ഫോം ആണ് ഗാലക്ടോസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ലാക്ടോസ് ഇസ് ഓൾസോ കോൾഡ് ആസ് മിൽക്ക് ഷുഗർ ആൻഡ് ഓൾസോ ഗാലക്ടോസ് അതിന്റെ സിംപ്ലർ ഫോം ആണ്, അതിന്റെ മോണോസാക്രൈഡ് ഫോം ആണ്. സോ ലാക്ടോസ് ഇസ് എ ഡൈസാക്രൈഡ് ആൻഡ് ഗാലക്ടോസ് ഇസ് എ മോണോസാക്രൈഡ്. Now coming to characteristics, നമ്മൾ നേരത്തെ പറഞ്ഞു they are single sugars ആണ്, require no digestion. No digestion എന്തുകൊണ്ടാണ്? Already they are in the simplest form. Digestion എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫുഡിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിനാണ് ഡൈജസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു ചോറും കറിയും ഒക്കെ കഴിച്ചു, അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിനെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ഫോമിൽ കൺവേർട്ട് ചെയ്യുന്നതിനാണ് ഡൈജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ഓൾറെഡി ഈ മോണോസാക്രൈഡ് വളരെ സിമ്പിൾ ഫോമിലാണ്, അതിന് ഇനി കൂടുതൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ദേ ആർ ക്വിക്ലി എബ്സോർബ് ഫ്രം ദ ഇൻറ്റസ്റ്റൈൻ ടു ദ ബ്ലഡ് ആൻഡ് ക്യാരി ടു ദ ലിവർ. ആൻഡ് ലിവറിൽ സ്റ്റോറേജ് ആണ് കേട്ടോ, സ്റ്റോറേജ് ആണ് ലിവറിൽ. പക്ഷെ അല്ലാതെ ബ്ലഡിലൂടെ എന്താണ്, എവിടേക്കാണ് പോകുന്നത്? ഓൾ ദ സെൽസ് ഫോർ എനർജി. ആൻഡ് ഇൻ ദ ലിവർ അവിടെ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഗ്ലൈക്കോജൻ ആയിട്ട് കൺവേർട്ടഡ് ആവും. സ്റ്റോറേജ്, അതായത് എക്സസ് വരുമ്പോഴത്തേക്ക് അത് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു പിന്നീട് ഉപയോഗിക്കാനായിട്ട്. പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും എനർജി ഒക്കെ വേണ്ടി വരുമ്പോൾ ഓഫ് കോഴ്സ് ഗ്ലൈക്കോജൻ ഇസ് ബ്രോക്കൺ ഡൗൺ ആൻഡ് യു ആർ ഗെറ്റിംഗ് എനർജി. Now coming to oligosaccharides. Oligosaccharides എന്ന് പറയുന്നത്, യെസ് പറഞ്ഞു മാം, മോണോസാക്കറൈഡ് വരുമ്പോഴേ ഈ ട്രയോസും അതൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ അതൊക്കെ മോണോസാക്കറൈഡ്സ് അല്ലേ, സിമ്പിൾ ഷുഗേഴ്സ് അല്ലേ? അതെ അതെ അതെ. ഗ്ലൂക്കോസ് മാത്രല്ലല്ലോ എക്സാമ്പിൾ, റൈബോസ് അതൊക്കെ വരില്ലേ? എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതിനകത്ത് നേരത്തെ പറഞ്ഞ ഇതെല്ലാം മോണോസാക്കറൈഡ്സിൽ പെട്ടതാണ്. ഈ പറഞ്ഞ എല്ലാം മോണോസാക്കറൈഡ്സിന്റെ എക്സാമ്പിൾ ആണ്. ഇത് കാർബോഹൈഡ്രേറ്റ്സിൽ വരുന്നതാണോ അപ്പൊ ഇതൊക്കെ? യെസ്, അതായത് നമ്മൾ ആദ്യം കൺഫ്യൂഷൻ ആവരുത്. ആദ്യം നമ്മൾ കാർബോഹൈഡ്രേറ്റിനെ സിമ്പിൾ എന്നും കോംപ്ലക്സ് എന്നും വിളിച്ചു. സിമ്പിളിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ മോണോസാക്രൈഡ് ആണ്. ഓക്കെ, ആ മോണോസാക്രൈഡിൽ വരുന്നത്, ഈ മോണോസാക്രൈഡിനെ നമുക്ക് ഫർദർ
ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്പർ ഓഫ് കാർബൺ ആറ്റം വെച്ചിട്ട്. ഓക്കെ, അതായത് മോണോ എന്ന് പറയുന്നത് ഷുഗർ യൂണിറ്റ്സിനെയാണ്, അല്ലാതെ കാർബൺ ആറ്റത്തിനെ അല്ല. അത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ മോണോ എന്ന് പറയുമ്പോൾ 1 എന്ന് നമുക്കറിയാം, പക്ഷെ 1 ഷുഗർ യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ C6H12O6 എന്ന 6 കാർബൺ ആറ്റം ഉള്ള ഗ്ലൂക്കോസ് ഒരു മോണോസാക്കറൈഡ് ആണ്. ബിക്കോസ് അവിടെ ഒരു ഷുഗർ യൂണിറ്റ് ആണ് ഒരു ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ മോണോസാക്കറൈഡ്സിനിൽ തന്നെ ഉള്ളതാണ് ഈ ട്രയോസും ടെട്രോസും പെൻഡോസും ഒക്കെ ഉള്ളത് ഈ മോണോസാക്കറൈഡ്സിൽ തന്നെയാണ്. കാരണം അതൊരു ഷുഗർ യൂണിറ്റ് ആണ്. ഓക്കെ, ഈ ഒരു സാധനം എന്ന് പറഞ്ഞ ഈ ഒരു ഫുൾ സാധനത്തിന് അതിന് ഒരുപാട് കാർബൺ ആറ്റം ഇല്ലേ? 6 കാർബൺ ആറ്റം ഉണ്ട്, പക്ഷെ ഇതൊരു ഷുഗർ യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെ മോണോസാക്കറൈഡ് എന്ന് പറയുന്നത് ഒരു ഷുഗർ യൂണിറ്റിനെയാണ്. കണ്ടോ, ഈ ഒരു ഷുഗർ യൂണിറ്റ് ആണ് മോണോസാക്കറൈഡ് എന്ന് പറയുന്നത്. അതിൽ ഒരു കാർബൺ ആറ്റം അല്ലെ എന്തുവാ 3 കാർബൺ ആറ്റം മുതൽ തുടങ്ങുന്നു. 3 കാർബൺ ആറ്റം ഉണ്ട്, 4 കാർബൺ ആറ്റം ഉണ്ട്, 5 കാർബൺ ആറ്റം ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം മോണോസാക്കറൈഡ്സ് ആണ്. ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ, സിംപ്ലസ്റ്റ് മോണോസാക്കറൈഡ് നമുക്ക് ആദ്യം പറഞ്ഞ ട്രയോസ് ഉള്ള അതായിരിക്കുമോ മാം? സിംപ്ലസ്റ്റ് മോണോസാക്കറൈഡ്സ് എന്ന് പറഞ്ഞ സിംപ്ലസ്റ്റ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും സിംപ്ലസ്റ്റ് കാർബോഹൈഡ്രേറ്റ് മോണോസാക്കറൈഡ് ആണ്. അപ്പൊ അതില് ട്രയോസ് ഉണ്ട്, ടെട്രോസ്, ഇതെല്ലാം മോണോസാക്കറൈഡ്സ് ആണ്. അതിനെ ഫർദർ ഹൈഡ്രോലൈസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? അതിനെ പിന്നീട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ മാം, ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മുടെ ബോഡിയിൽ ആക്ച്വലി ഏറ്റവും പ്രസക്തമായ ന്യൂട്രീഷൻ പോയിന്റ് ഓഫ് വ്യൂല് പ്രസക്തമായത് ഹെക്സോസസ് ആണ്. ഹെക്സോസസ് എന്ന് പറഞ്ഞാൽ 6 കാർബൺ 6 കാർബൺ ആറ്റം ഉള്ളത് ആണ് ഹെക്സോസസ്. അതായത് നമ്മുടെ ഫ്രക്ടോസും ഗ്ലൂക്കോസും ഒക്കെ അതിൽ പെട്ടതാണ്. അപ്പൊ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഫർദർ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അത്രയും കാര്യം ഓർത്താൽ മതി. അതായത് ഇനി ഇതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അത് നമ്മുടെ ബ്ലഡിലേക്ക് കയറി പോകും ഈസി ആയിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒളിഗോസാക്കറൈഡ്സ് എന്ന് പറയുന്നത് മോർ ദാൻ 1. സോ 2 അല്ലെങ്കിൽ 3 to 10. ചില ആളുകൾ ചില ടെക്സ്റ്റ് ബുക്സിലൊക്കെ ഒളിഗോസാക്കറൈഡ്സ് 3 to 10 പറയാറുണ്ട്, ചില ടെക്സ്റ്റ് ബുക്സിൽ 2 to 10 പറയാറുണ്ട്. ഓക്കെ, 2 എന്ന് പറയുന്നത് ഡൈസാക്കറൈഡ് ആണ്. അതുകൊണ്ട് ചില ടെക്സ്റ്റ് ബുക്സ് അതിനെ ഒളിഗോസാക്കറൈഡ്സിന്റെ കൂട്ടത്തിൽ കൊടുത്താറില്ല. ബട്ട് സം ടെക്സ്റ്റ് ബുക്സ് ദേ ടെൽ ദാറ്റ് ഇറ്റ് ഇസ് 2 to 10 മോളിക്യൂൾസ്. ഓക്കെ, അപ്പൊ എന്താണ് ഒളിഗോസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ? അതിനെ ഫർദർ ബ്രേക്ക് ഡൗൺ ചെയ്യാം. സോ ദേ ആർ ഡിഫറെന്റ് മോണോസാക്കറൈഡ് യൂണിറ്റ്സ് വിച്ച് ആർ joined together by glycosidic linkage. നേരത്തെ പറഞ്ഞ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഓർത്ത് വെക്കുക. ഇതാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ 2 മോണോസാക്കറൈഡ് യൂണിറ്റ്സ് കണ്ടൻസേഷൻ റിയാക്ഷനിലൂടെ ജോയിൻ ചെയ്യുന്നു വിത്ത് ദ റിലീസ് ഓഫ് 1 മോളിക്യൂൾ ഓഫ് വാട്ടർ. ആ സമയത്ത് ഉണ്ടാകുന്ന ബോണ്ടിനെയാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുവഴി കുറെ മോണോസാക്കറൈഡ് യൂണിറ്റ്സ് ജോയിൻ ചെയ്യുന്നതിനെയാണ് ഒളിഗോസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ഡൈസാക്കറൈഡ്, ട്രൈസാക്കറൈഡ്, ടെട്രാസാക്കറൈഡ് എന്ന് പറയണം. ഓക്കെ, അപ്പൊ ഇവിടെ ഡൈ എന്ന് പറയുമ്പോൾ 2 ഷുഗർ യൂണിറ്റ്സ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡൈ എന്ന് പറയുന്നത് കാർബൺ ആറ്റത്തിനെ അല്ല പറയുന്നത്, ഷുഗർ യൂണിറ്റ്സിനെയാണ് പറയുന്നത്. ഓക്കെ, അത് കൺഫ്യൂസ്ഡ് ആവരുത്. ട്രയോസും ടെട്രോസും തമ്മിൽ ട്രയോസും ട്രൈസാക്കറൈഡും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, ട്രയോസ് എന്ന് പറഞ്ഞാൽ 3 കാർബൺ ആറ്റം ഉള്ള ഒരു മോണോസാക്കറൈഡ് ആണ്. ട്രൈസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ 3 ഡിഫറെന്റ് മോണോസാക്കറൈഡ് യൂണിറ്റ്സ് ചേർന്നതാണ് ട്രൈസാക്കറൈഡ്. ഓക്കെ, അവിടെ കൺഫ്യൂഷൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നു. 3 അപ്പൊ ഒരു ഷുഗർ യൂണിറ്റ്, ഒരു ഷുഗർ മോളിക്യൂൾ ആണ്, ഷുഗർ യൂണിറ്റ് ആണ് മോണോസാക്കറൈഡ്. ഓക്കെ, അപ്പം നമ്മൾ ഹൈഡ്രോലൈസ് ചെയ്യുമ്പോൾ 2 മോളിക്യൂൾസ് ഓഫ് മോണോസാക്കറൈഡ്സ് കിട്ടുന്നതിനെയാണ് disaccharide എന്ന് പറയുന്നത്. Or you just remember as 2 monosaccharide units joining together, that is disaccharides. 3 എണ്ണം ഉണ്ടെങ്കിൽ ട്രൈ, 4 എണ്ണം ഉണ്ടെങ്കിൽ ടെട്ര, അങ്ങനെ പോകും. ഓക്കെ, ടെട്രാസാക്കറൈഡ്സ് ആൻഡ് റെസ്പെക്റ്റീവ്ലി സോ ഓൺ, അതായത് പെൻഡ അങ്ങനെ വരും. അപ്പൊ ജനറൽ ഫോർമുല ഓഫ് CnH2n-1 ഇവിടെ കണ്ടോ? നേരത്തെ മോണോസാക്കറൈഡ്സിന് CnH2O ഹോൾ ബ്രാക്കറ്റ് n ആയിരുന്നു. ഇവിടെ ജനറൽ ഫോർമുല n-1 ആണ് നമ്മുടെ ഡൈസാക്കറൈഡിന്, n-2 ആയിരിക്കും നമ്മുടെ ട്രൈസാക്കറൈഡിന്, ടെട്രാസാക്കറൈഡ് ആകുമ്പോൾ n-3 ഇങ്ങനെ പോകും. ഓക്കെ, ഇപ്പൊ ഡൈസാക്കറൈഡ്സിന്റെ എക്സാമ്പിൾസ് ഇൻക്ലൂഡ് സുക്രോസ്, ലാക്ടോസ്, മാൾട്ടോസ് എക്സെട്ര.
ട്രൈസാക്കറൈഡ്സിന്റെ റാഫിനോസ്, റാബിനോസ് എങ്ങനെ. അപ്പൊ നമ്മൾ ഇത് ഓർത്ത് വെക്കാനായിട്ട് എഴുതി പഠിക്കുക. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഡൈസാക്കറൈഡ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക എന്നല്ല, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഡൈസാക്കറൈഡ്സ് പ്രത്യേകിച്ച് ഈ 3 സുക്രോസ്, ലാക്ടോസ്, മാൾട്ടോസ്, ഈ 3 എന്തായാലും അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ മോണോസാക്കറൈഡ്സിൽ മെയിൻ ആയിട്ട് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, ഈ 3 വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ശരീരത്തിൽ ഉള്ള വളരെ ഒരുപാട് യൂസ് ഉള്ള 3 സാക്കറൈഡ്സ് ആണ്. അപ്പം ഇവിടെ ഡൈസാക്കറൈഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ദേ ആർ സിമ്പിൾ ഡബിൾ ഷുഗർ. ഇത് 2 മോണോസാക്കറൈഡ് യൂണിറ്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ്. അപ്പൊ സുക്രോസ്, ലാക്ടോസ്, മാൾട്ടോസ്, പ്രത്യേകം പറയാം. സുക്രോസ്, ലാക്ടോസ്, മാൾട്ടോസ് എന്റെ കൂടെ പറയണേ. സുക്രോസ് ഇസ് ഫോം ബൈ ജോയിനിങ് ടുഗെദർ ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ്. ഓക്കെ, ഗ്ലൂക്കോസും ഫ്രക്ടോസും ടുഗെദർ ജോയിൻ ചെയ്യുമ്പോഴാണ് സുക്രോസ് ഉണ്ടാവുന്നത്. വളരെ കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ എന്താണ്? നമ്മളുടെ പഞ്ചസാര, നമ്മുടെ കോമൺ ഷുഗർ. ഓക്കെ, കോമൺ ഷുഗർ. കോമൺ ഷുഗറിന്റെ കെമിക്കൽ ഫോർമുല ആർക്കെങ്കിലും പറയാവോ? C11H22. C11 ആണോ? C11 ആണോ? C12 ആണോ? C12H22O11 അല്ലെ? C12H22O11. അപ്പൊ നമ്മൾ ഇതിനെ നമ്മുടെ പഴയ ഈ ഒരു ഫോർമുല വെച്ച് നോക്കാം. CnH2ON-1 അല്ലെ? അപ്പൊ C12, അപ്പൊ ഇവിടെ 12 ആണ് N, H2O-ന് N-1 ആണെങ്കിൽ എന്തായിരിക്കും? 2, അതായത് N എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പം H22 ആയത് എങ്ങനെയാണ്? H into 12 minus 1. 12 minus 1 എന്ന് പറയുമ്പോൾ 11 ആ അല്ലേ? അപ്പൊ H2O ബ്രാക്കറ്റ് 11. അപ്പൊ C12, ഇവിടെ C12 H2 into 11 H22O into 11 O11. അതുകൊണ്ടാണ് നമ്മുടെ പഞ്ചസാരയുടെ കെമിക്കൽ ഫോർമുല ഇവിടെ നമുക്ക് കാണാൻ പറ്റും. C12H22O11. ഈ ഒരു കോമൺ ഫോർമുല, ജനറൽ ഫോർമുല നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, C12H22O11 അതാണ് നമ്മുടെ പഞ്ചസാര. ഷുഗർ ബീറ്റ്, ബ്രൗൺ ഷുഗർ, എല്ലാത്തിന്റെ ഷുഗേഴ്സ്. പിന്നെ ലാക്ടോസ്, മിൽക്ക് ഷുഗർ എന്ന് പറഞ്ഞോ. ഈ N-1 വരുന്നത് വാട്ടർ റിലീസ് ചെയ്യുന്നോണ്ടാണോ? അതെ അതെ. ഓക്കെ ഓക്കെ. ലാക്ടോസ് എന്ന് പറയുന്നത് മിൽക്ക് ഷുഗർ ആണ്. മിൽക്ക് ഷുഗറിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞു മോണോസാക്കറൈഡ് ആണ് ഗാലക്ടോസ്. അപ്പൊ ഗാലക്ടോസും ഗ്ലൂക്കോസും ചേരുന്നതാണ് ലാക്ടോസ്. കേട്ടോ, ലാക്ടോസ് ഇസ് ഫോം ബൈ ഗാലക്ടോസ് പ്ലസ് ഗ്ലൂക്കോസ്. പിന്നെ ഉള്ളത് മാൾട്ടോസ്. മാൾട്ടോസ് ഇസ് ഫോം ബൈ ഗ്ലൂക്കോസ് ആൻഡ് ഗ്ലൂക്കോസ്. മാൾട്ടോസ് അടങ്ങിയിരിക്കുന്ന ഒരു ഫുഡിന്റെ പേര് പറയാമോ? നമ്മുടെ യൂഷ്വൽ സ്റ്റാർച്ച് സാധനങ്ങളൊക്കെ. ഷുഗർ കെയിനിൽ എന്താ ഉള്ള മാം? ഷുഗർ, സുക്രോസ്, ഷുഗർ ബീറ്റ്, ഇതിനകത്ത് ഷുഗർ കെയിനകത്ത് സാധാ പഞ്ചസാര സുക്രോസ് ആണ് ഉള്ളത് സാധാരണ. ഓക്കെ, അപ്പൊ മാൾട്ടോസ് ഒരു ടൈപ്പ് ഓഫ് ഷുഗർ തന്നെയാണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഇപ്പൊ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ഇതിനകത്തൊക്കെ ഷുഗർ എന്താണ് അതിന് പറയുന്നത്, സ്വീറ്റ് പൊട്ടറ്റോയിലൊക്കെ മാൾട്ടോസ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ മാൾട്ടഡ് ഷുഗർ, അങ്ങനത്തെ ഗ്രെയിൻസിനകത്തൊക്കെ ഷുഗർ മാൾട്ടോസ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. അപ്പൊ നമ്മൾ ഡൈസാക്കറൈഡ് പറഞ്ഞു. ഡൈസാക്കറൈഡ്സ് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കണം. സുക്രോസിന്റെ കോമ്പോണൻസ് എന്താണ്, ലാക്ടോസിന്റെ കോമ്പോണൻസ് എന്താണ്, മാൾട്ടോസിന്റെ കോമ്പോണൻസ് എന്താണ്, അതായത് ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. അതായത് സുക്രോസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ്, ലാക്ടോസ് എന്താണ്, ഗാലക്ടോസ് പ്ലസ് ഗ്ലൂക്കോസ്, മാൾട്ടോസ് എന്താണ്, ഗ്ലൂക്കോസ് പ്ലസ് ഗ്ലൂക്കോസ്, 2 ഗ്ലൂക്കോസ് അടങ്ങിയിരിക്കുന്നതാണ് മാൾട്ടോസ്. ഓക്കെ ഓക്കെ. ഇനി അടുത്തത് പോളിസാക്കറൈഡ്സ്. പോളിസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്ത്? മോർ ദാൻ 10 മോണോസാക്കറൈഡ് യൂണിറ്റ്സ്, 100 വരെ ആകാം, കുറേ ആകാം. ക്യാൻ ബി ഹൺഡ്രഡ്സ്, കുറേയും 100 വരെ എന്നല്ല, സോറി 100ൽ കൂടുതലും ആകാം. കുറേ വലിയ ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള വലിയ വലിയ സ്റ്റാർച്ചസ് ഒക്കെ പോളിസാക്കറൈഡ്സിൽ പെടും. Okay, so they are also called as glycans. Okay, they yield more than 10 molecules on hydrolysis. Okay, അപ്പൊ അതിന്റെ ചില ഏത് മോണോസാക്കറൈഡ് യൂണിറ്റ് ആണ് എന്നുള്ളതിൽ വെച്ച് അതിന്റെ ടൈപ്പ് ചേഞ്ച് ചെയ്യും. അപ്പൊ 2 തരം പോളിസാക്കറൈഡ്സ് ഉണ്ട്. ഒന്ന് ഹോമോ പോളിസാക്കറൈഡ്സ് ആൻഡ് ഹെറ്ററോ പോളിസാക്കറൈഡ്സ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഹോമോ എന്ന് പറഞ്ഞാൽ സെയിം,
അതായത് എല്ലാ മോണോസാക്കറൈഡ്സും സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോസ് മോണോസാക്കറൈഡ് ആണെങ്കിൽ ഗ്ലൂക്കോസ് അങ്ങനെ 100 കണക്കിന് ഗ്ലൂക്കോസ്, അതാണ് ഫോർ എക്സാമ്പിൾ സ്റ്റാർച്ച് അങ്ങനെയാണ്. സ്റ്റാർച്ച് ഒരു ഹോമോ പോളിസാക്കറൈഡ് ആണ്, അതിനകത്ത് ഗ്ലൂക്കോസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഹെട്രോ പോളിസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് മോണോസാക്കറൈഡ്സ്, അതിനെയാണ് ഹെട്രോ പോളിസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. ഹെട്രോ എന്ന് പറഞ്ഞാൽ പലതരം പോളിസാക്കറൈഡ്സ് മോണോസാക്കറൈഡ്സ് ജോയിനിങ് ടുഗദർ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹെട്രോ പോളിസാക്കറൈഡ്സ് ആൻഡ് ഹോമോ പോളിസാക്കറൈഡ്സ്. അപ്പൊ ഇതിന് പോളിസാക്കറൈഡ്സ് സാധാരണ രണ്ട് മെയിൻ ഫംഗ്ഷൻ ആണുള്ളത്. ഒന്ന് സ്ട്രക്ചറൽ ഫംഗ്ഷൻ, പിന്നെ സ്റ്റോറേജ് ഓഫ് എനർജി. അപ്പൊ സ്ട്രക്ചറൽ ഫംഗ്ഷൻ ചെയ്യുന്നത് ഏതാണ്? ഇപ്പൊ എക്സാമ്പിൾ നമ്മുടെ സെല്ലുലോസ് ഒരു സ്ട്രക്ചറൽ കോമ്പോണന്റ് ആണ് അല്ലെ. ഇപ്പൊ നമ്മൾക്കറിയാം പ്ലാന്റ്സിന്റെ ഒക്കെ സെൽ വോളിൽ പ്ലാന്റ്സിന്റെ ഒക്കെ സ്ട്രക്ചർ തന്നെ സെല്ലുലോസ് ആണ്. അപ്പൊ അതൊരു സ്ട്രക്ചറൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സാധനമാണ്. അതേപോലെ തന്നെ സ്റ്റോറേജ് ഓഫ് എനർജി ഏതൊരു പോളിസാക്കറൈഡ് ആണ് ചെയ്യുന്നത്? ഒരു എക്സാമ്പിൾ പറയാമോ? നമ്മളിപ്പോ കുറച്ച് നേരത്തെ പറഞ്ഞായിരുന്നു. ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് നമ്മുടെ ഷുഗേഴ്സ് ഗ്ലൂക്കോസ് നമ്മുടെ ബോഡിയിൽ എക്സസ് ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ലിവറിൽ അത് ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, സോ അവിടെയാണ് ഗ്ലൈക്കോജൻ ഒരു സ്റ്റോറേജ്. സോ മെയിൻ ആയിട്ട് രണ്ട് ഫംഗ്ഷൻസ് ആണ് അപ്പൊ. ഓക്കെ, സ്ട്രക്ചറൽ ആൻഡ് സ്റ്റോറേജ് ഫംഗ്ഷൻസ്. ഹോമോ എന്ന് പറഞ്ഞാൽ ഒരേ തരം മോണോസാക്കറൈഡ് യൂണിറ്റ്സ് അടങ്ങിയിരിക്കുന്നത്. ഹെട്രോ പോളിസാക്കറൈഡ്സ് എന്ന് പറയുന്നത് പലതരം മോണോസാക്കറൈഡ്സ് അടങ്ങിയിരിക്കുന്നത്. അപ്പം പോളിസാക്കറൈഡ്സ് വളരെ കോമൺ ആയിട്ടുള്ളത് സ്റ്റാർച്ച്, നമുക്കറിയാം എല്ലാ സീരിയൽസ്, ലെഗ്യൂംസ്, ട്യൂബേഴ്സിനകത്തേക്കുള്ള നമ്മള് കപ്പ, നമ്മൾ കഴിക്കുന്ന അരി, ചപ്പാത്തി, ഇതിനകത്ത് എല്ലാം അടങ്ങിയിരിക്കുന്നത് സ്റ്റാർച്ച് ആണ്. അതായത് ഇപ്പൊ ഇത് കണ്ടോ, സ്റ്റാർച്ചിന്റെ ഒരു സ്ട്രക്ചർ കണ്ടോ, കുറെ ഗ്ലൂക്കോസ് ഇങ്ങനെ അടുക്കി ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെ. അതേപോലെ തന്നെ ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് ആനിമൽ ഫുഡ്സിലാണ് ഉള്ളത്, സ്റ്റോർഡ് ഇൻ ലിവർ ആൻഡ് മസിൽസ്. അതും ഗ്ലൂക്കോസിന്റെ ഒരു ചെയിൻ തന്നെയാണ്. ഫൈബേഴ്സ്, പ്ലാന്റ് ഫുഡ്സ്, അതേപോലെ തന്നെ സെല്ലുലോസ്, ഹെമി സെല്ലുലോസ്, ഇതെല്ലാം തന്നെ പോളിസാക്കറൈഡ്സിൽ പെട്ടതാണ്. സോ യു ക്യാൻ സീ ദിസ് പിക്ചർ. പല പല സെല്ലുലോസിൽ പ്ലാന്റ് സോഴ്സ് ഉള്ള സ്റ്റാർച്ച് തന്നെ രണ്ട് തരത്തിലുണ്ട്, അമൈലോസും അമൈലോപെക്റ്റിനൊക്കെ സെല്ലുലോസ്. സോ ഇവിടെ ന്യൂട്രീഷൻ ആയതുകൊണ്ട് നമ്മൾ ന്യൂട്രീഷൻ പഠിക്കുന്നതുകൊണ്ട് ഞാൻ അതിന്റെ സ്ട്രക്ചറൽ കോമ്പോണൻസിലേക്ക് ഒരുപാട് അധികം പോകുന്നില്ല. ജസ്റ്റ് ഇത് ഓർത്ത് വെക്കുക, ഇതൊക്കെയാണ് ഇതിന്റെ സബ് യൂണിറ്റ് എന്താണെന്ന് അറിയണം. സെല്ലുലോസ് എന്ന് പറഞ്ഞാൽ ബീറ്റ ഗ്ലൂക്കോസ് ആണ്, സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ ആൽഫ ഗ്ലൂക്കോസ് ആണ്, ഗ്ലൈക്കോജനും ആൽഫ ഗ്ലൂക്കോസ് ആണ്. സോഴ്സ് ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞാൽ ആനിമൽ സോഴ്സിൽ നിന്നുള്ളതാണ്. അതിന്റെ ബോണ്ടിങ് 1,4 നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ആദ്യത്തെ ഒരു മോണോസാക്കറൈഡിന്റെ ഫസ്റ്റ് കാർബണും രണ്ടാമത്തെ മോണോസാക്കറൈഡിന്റെ 4ാമത്തെ കാർബൺ ആറ്റവും ജോയിൻ ചെയ്യുമ്പോഴാണ് അതിന്റെ 1,4 ബോണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ 1,6 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫസ്റ്റ് കാർബൺ ആറ്റവും പിന്നെ രണ്ടാമത്തെ മോണോസാക്കറൈഡിന്റെ 6th കാർബൺ ആറ്റവും. ഓക്കെ, അങ്ങനെ ബ്രാഞ്ചിങ് ഇല്ലാത്ത അതായത് അമൈലോപെക്റ്റിനും ഗ്ലൈക്കോജനും കുറെ ബ്രാഞ്ചസ് ഉണ്ട്. ഇത് കണ്ടോ, ബ്രാഞ്ച് ചെയ്ത ഒരു സ്ട്രക്ചർ ആണ്. പക്ഷെ നമ്മുടെ സെല്ലുലോസ് ഒന്നും ബ്രാഞ്ച്ഡ് അല്ല, അത് ഇങ്ങനെ തന്നെ ഒരു ചെയിൻ ആയിട്ട് അങ്ങ് പോവുകയാണ്. സോ ഇതൊക്കെയാണ് എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളിസാക്കറൈഡ്സ്. പിന്നെ ഇപ്പൊ നമ്മൾ ആദ്യം ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ സിമ്പിൾ കാർബോഹൈഡ്രേറ്റും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റും പറഞ്ഞായിരുന്നു അല്ലെ. സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് എന്താണ്? നമ്മുടെ ഡൈസാക്കറൈഡും മോണോസാക്കറൈഡ്സും സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. പക്ഷേ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് മീൻസ് മോസ്റ്റ് ദാൻ പോളിസാക്കറൈഡ്സ് ഒക്കെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. എന്തായിരിക്കും ഈ സിമ്പിളും കോംപ്ലക്സും തമ്മിലുള്ള വ്യത്യാസം? പറഞ്ഞ വളരെ സിമ്പിൾ ആണ്. വലിയത് ചെറുത് എന്നുള്ളത് മാത്രമല്ല, ഇറ്റ് റിക്വയർസ് ലോങ്ങർ ആസ് എ ന്യൂട്രീഷൻ പോയിന്റ് ഓഫ് വ്യൂ, ഇറ്റ് റിക്വയർസ് ലോങ്ങർ ടൈം ടു ഡൈജസ്റ്റ്. അതാണ് അതിന്റെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ. ഒരു നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡയബറ്റിക് പേഷ്യൻസിന് ബ്രൗൺ റൈസ്, വീറ്റ് ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത്? ഡയബറ്റിക് പേഷ്യൻസ് പതുക്കെ ബോഡി അബ്സോർബ് ചെയ്യത്തുള്ളൂ സ്മോളർ എമൗണ്ട്സിൽ, അപ്പൊ അതുകൊണ്ട്. ദാറ്റ് ഈസ് ട്രൂ. അതായത് ഇപ്പൊ ഗ്ലൂക്കോസ്, അതായത് ഡയബറ്റിക് പേഷ്യൻസിന് എന്താണ് എപ്പോഴും മോണിറ്റർ ചെയ്യുന്നത്? എന്താണ്? ഗ്ലൂക്കോസിന്റെ അളവാ അല്ലെ. നമ്മൾ എപ്പോഴും ഗ്ലൂക്കോസ് ബ്ലഡിൽ എത്രയുണ്ട് എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ബേസിക്കലി ഫോർ എ ഡയബറ്റിക് പേഷ്യന്റ് ഗ്ലൂക്കോസിന്റെ അളവ് പയ്യെ കയറാവുള്ളൂ. അതാണ് ഒരു ഫുഡ്. ഏത് ഫുഡ് കഴിക്കുന്നോ അത് പയ്യെ ബ്ലഡിലേക്ക് കയറാവുള്ളൂ. അതാണ് അതിന്റെ മെയിൻ. അപ്പം ഗ്ലൂക്കോസ് ആണ് ഒരു
ഡയബറ്റിക് പേഷ്യന്റ് കഴിക്കുന്നതെന്ന് സങ്കല്പിക്കാം. എന്ത് പെട്ടെന്നായിരിക്കും, ഗ്ലൂക്കോസ് കഴിച്ച ഉടനെ തന്നെ അത് ബ്ലഡിൽ റിഫ്ലക്റ്റ് ആവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഫുഡ്സ് കഴിക്കാൻ പാടില്ല. സിമ്പിൾ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കാൻ പാടില്ല. പകരം കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ അത് ബോഡി ഒരുപാട് പണി പെട്ടിട്ട് വേണം അതിനെ ഡൈജസ്റ്റ് ചെയ്തെടുക്കാൻ. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, ഇപ്പൊ എക്സാമ്പിൾ ബ്രൗൺ റൈസ് അല്ലെങ്കിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ എന്താണ്, വളരെ സ്ലോ ആയിട്ടാണ് ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഒരു 1.5-2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് പയ്യെ അത് ബ്ലഡിലേക്ക് വരും. അപ്പൊ നമ്മുടെ ബ്ലഡ് സ്പൈക്ക് കുറവായിരിക്കും. സോ ദാറ്റ് ഇസ് വൈ കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ്. അപ്പൊ ഞാൻ ഇത് പറഞ്ഞതേ ഉള്ളൂ. സോ ഗ്ലൂക്കോസ് ഇസ് അവൈലബിൾ സ്ലോവർ. സീരിയൽ ഗ്രെയിൻസ്, കോണ്, പൊട്ടറ്റോസ്, സ്ക്വാഷ്, ചില അതായത് ഹാർഡ് ആയിട്ടുള്ള തിന്നാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് സാധനങ്ങൾ, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് എല്ലാം കോംപ്ലെക്സ് പോളിസാക്കറൈഡ്സിൽ പെട്ടതാണ്. ഓക്കെ. ഓക്കെ മാം, താങ്ക് യു.